ഹായ് ഗൈസ്, ഞാനിത് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ച കടന്നു പോയത്. കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് നിസ്സാരമായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കത് ഞാൻ 2 ആഴ്ച ഞാൻ ഭയങ്കര ഡിപ്രഷനിലൊക്കെയായിരുന്നു. കാരണം ഞാൻ ഒരു 2 ആഴ്ച മുൻപ് കമ്പനിയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കമ്പനിയിലേക്ക് പോകുമ്പോൾ ഞാനൊന്നും എടുക്കാറില്ല. ഫുഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അന്ന് ഇവിടെ അരിയും പച്ചക്കറിയും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ സാധാരണ കമ്പനിയിൽ വർക്കും കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാനാണ് പതിവ്. പക്ഷെ അന്ന് എന്തോ എൻ്റെ തലതിരിവിന് ഞാൻ വിചാരിച്ചു കമ്പനിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന്. അതുകൊണ്ട് ഞാൻ രാവിലെ പോയപ്പോൾ കയ്യിൽ പൈസയായിട്ടാണ് ഞാൻ പോയത്. പച്ചക്കറിയും എല്ലാം വാങ്ങാനുള്ള പൈസയായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പോകുന്ന വഴിക്ക് ഒരുത്തൻ സൈക്കിളിൽ പുറകിൽ പാഞ്ഞു വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പേഴ്സ് ഉൾപ്പെടെ അടിച്ചുകൊണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് വേറെ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് സാധാരണ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കമ്പനിയിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ അങ്ങനെ നടന്നതുകൊണ്ട് ഫോൺ എൻ്റെ ഒരു കയ്യിലും ഇപ്പുറത്തെ കയ്യിൽ പേഴ്സും ആയിരുന്നു. ആ പേഴ്സ് അങ്ങനെ അവൻ അടിച്ചുകൊണ്ട് പോയി. സൈക്കിളായതുകൊണ്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു വിജനമായ ഏരിയ ആയിരുന്നു. റോഡാണെങ്കിൽ പോലും വല്ലപ്പോഴും വണ്ടി വരുന്നൊരു ഏരിയയാണ്. എനിക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് വെച്ച് ആളെങ്കിലും വരാനുണ്ട് ഇവിടെ, പക്ഷേ ഒരു സൈലൻ്റ് ഏരിയ ആയിരുന്നു. വെച്ചാൽ പോലും ആരും വരാനില്ല. പിന്നെ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ആലോചിച്ചത് എൻ്റെ പാസ്പോർട്ട് സാധനങ്ങൾ അതൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന എൻ്റെ കുറച്ച് പൈസ മാത്രമായിരുന്നു. അതുകൊണ്ട് മാത്രം പക്ഷേ എന്നിട്ടും ഞാൻ കമ്പനി വരെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് നടന്നത്. എൻ്റെ അത്രയും പൈസ വലിയ എമൗണ്ടൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ അവിടുത്തെ ഒരു 3000-ഓളം രൂപ ഉണ്ടായിരുന്നു. കാരണം എനിക്കത് മാത്രമല്ല, എനിക്ക് കുറച്ച് എനിക്ക് വേറെ കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് കറക്റ്റ് എമൗണ്ട് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ പൈസ അങ്ങനെ അവൻ കൊണ്ടുപോയി. ഒരു ചെറിയ പയ്യനാണ് കണ്ടിട്ട്, പക്ഷേ ഇതിൻ്റെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ തലവേദനയാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഞാനതുകൊണ്ട് അതിൻ്റെ പുറകെയൊന്നും പോയില്ല. പോയ കാശ് പോട്ടെ, അവൻ കൊണ്ട് തിന്നിട്ടെന്ന് ഓർത്തു. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, നമ്മളിവിടെ കഷ്ടപ്പെടുന്ന കാശാണ്. അപ്പോൾ അത് ഇവിടെ നിന്നല്ല എവിടെയാണേലും കഷ്ടപ്പെടുന്ന കാശ് 1 രൂപയെങ്കിൽ 1 രൂപ അത് വെറുതെ പോകുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ഞാനാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ സ്വരുകൂട്ടി വെച്ച് നമ്മൾ 1 രൂപ പോലും വെറുതെ കളയാതെ എല്ലാം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോയപ്പോൾ ഞാൻ ആകെ ഡിപ്രഷനൊക്കെ. എനിക്കൊന്ന് കമ്പനിയിൽ പോയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ പൊതുവേ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഞാനത് തിരിച്ചത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ടും എനിക്കങ്ങോട്ടും അതുമായിട്ട് സെറ്റ് ആവുന്നില്ല. ഞാനത് കഴിഞ്ഞ് അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞു അത് സാരമില്ല, പോട്ടെ, വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ചായിട്ട് കരുതിയാൽ മതി, അത് വിട്ടേക്ക്, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നത് കംപ്ലയിൻറ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിനി അതിൻ്റെ പുറകെ പോകാനും വയ്യാത്തതുകൊണ്ട് ഞാൻ ആ കേസ് വിട്ടു. പുലിവാലി പിടിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് വിട്ടു. വലിയ എമൗണ്ടും എന്തോ ഭാഗ്യത്തിന് വലിയ എമൗണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സോ സാധനങ്ങളോ ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോവേണ്ടി വന്നേനെ. കുറച്ച് പൈസയിൽ അത് പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം പോകുന്നില്ല. ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ മെൻ്റലി ഡൗൺ ആയിരുന്നു. ആരും ആയിക്കോട്ടെ, എന്നാലും എന്താ പറയുക, എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പറ്റിക്കപ്പെടുന്നവരും എല്ലാം. ഞാനാണെങ്കിൽ പറ്റിച്ച് ഓരോ ആൾക്കാർ പറ്റിച്ചാണ് ഞാൻ എങ്ങനെയൊക്കെയോ അതിജീവനം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ വരെ വന്ന ഒരാളാണ് ഞാൻ. വീണ്ടും ഇവിടെ വന്ന് പിന്നെയും പറ്റിക്കലെന്നല്ല, പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക്. ശരിക്കും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക 30 സെക്കൻഡിലേക്കെങ്കിലും നമ്മളിങ്ങനെ ഷോക്കായി. എനിക്ക് എന്താ സംഭവിച്ചതെന്ന് റിയലൈസ് ചെയ്യാൻ തന്നെ നമുക്ക് അത്രയും സമയമെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്നുള്ള റിയാക്ഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതൊക്കെ ആയി വന്നപ്പോഴേക്കും അവനവൻ്റെ വഴിക്ക് പോയി. പിന്നെ എന്ത് ചെയ്യണം, ഞാനിങ്ങനെ എൻ്റെ പൈസ പോയതിൻ്റെ വിഷമത്തിൽ ഞാൻ ഒരാഴ്ച പട്ടിണി കിടക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. ഇപ്പോൾ തൽക്കാലം അരിയൊന്നും വാങ്ങാതെ അതിന് വേണ്ടി എടുത്ത് വെച്ച പൈസയായിരുന്നു. അതൊന്നും ചെയ്യാതെ ഞാനിപ്പോൾ ഓട്സും വീട്ടിലുണ്ടായിരുന്ന അല്ലറ ഐറ്റംസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അത് എനിക്ക് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം
ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വീഡിയോ എടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടിയേനെ. പക്ഷേ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ വരെ അമ്മേനെ വിളിക്കും, തിരിച്ചതുപോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ അമ്മേനെ വിളിക്കും. അങ്ങനെയാണ് എൻ്റെ, അതെന്തോ ഭാഗ്യത്തിന്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോണും കൂടെ പോയേനെ. കാരണം ഫോണും കൂടെ ഞാൻ അതിലാണ് വെക്കുന്നത്. പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചുമ്മാ ഒരു സൈഡിലൊരു ബാഗ് പോലെയാണ്. അതിനകത്ത് എന്തോ എൻ്റെ ഒരു വർക്കിംഗ് ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നു. അത് പോയി. എന്നാൽ അത് സാരില്ല, അതെന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം അതിൽ ഫുൾ അഴുക്കാണ്, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇത് പൈസ പോയത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അതെനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നുന്നു ഗൈസ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ അയക്കുന്നത്. ഓക്കെ.